നമസ്കാരം. ദേശാഭിമാനി പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ സതീശനിസം പല മാധ്യമങ്ങളും പറയാൻ മടിച്ചത് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നു. ഞാനൊന്ന് വായിക്കാൻ കേട്ടോ. തലക്കെട്ട് ഇങ്ങനെയാണ്: മന്ത്രിസഭാ രൂപീകരണവും വാക്കുപാലിക്കാത്ത പ്രഖ്യാപനവും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് UDF മന്ത്രിസഭ അധികാരമേറ്റിരിക്കുന്നു. ടീം UDF എന്ന് അവകാശപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചെങ്കിലും തുടർന്ന് പ്രകടമായത് അനൈക്യത്തിന്റെയും ചേരിതിരിഞ്ഞുള്ള അവകാശവാദങ്ങളുടെയും തർക്കങ്ങളുടെയും പരമ്പരയാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിശ്ചയിക്കാൻ 14 ദിവസം നീണ്ട മാരത്തൺ ചർച്ചകൾ വേണ്ടി വന്നു. എന്നിട്ടും പൂർണ്ണ തൃപ്തിയോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ലെന്നും മന്ത്രിപ്പട്ടികയിൽ അർഹർ പലരും ഇല്ലാതെ പോയെന്നും മുഖ്യമന്ത്രി VD സതീശൻ തുറന്നു പറഞ്ഞു. അധികാരം എന്നത് ആസ്വദിക്കാനും ആഘോഷിക്കാനും ജാതിമത ശക്തികളെ തൃപ്തിപ്പെടുത്താനുമുള്ള അവസരമാണെന്ന കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും കാഴ്ചപ്പാടിന് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രോത്സാഹനം നൽകുകയാണ്. കണക്കു തീർക്കലിന്റെയും ഗ്രൂപ്പ് ശക്തിപ്പെടുത്തലിന്റെയും അടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനങ്ങൾ പങ്കിട്ടു. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതെ പോയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നോട് ആഭിമുഖ്യമുള്ളവരെ മന്ത്രിമാരാക്കാൻ വ്യഗ്രത കാട്ടി. ഘടകകക്ഷികളിൽ പരിഭവങ്ങളും പരാതികളും ബാക്കിയാണ്. പുതുയുഗമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിസഭയിലാകട്ടെ മക്കൾ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, അതായത് മക്കൾക്കും ബന്ധുക്കൾക്കുമാണ് മുൻഗണന. കോൺഗ്രസിന്റെയും ലീഗിന്റെയും മക്കൾ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ് ഈ പങ്കാളിത്തം. മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൻ മുരളീധരൻ, മുൻ ചീഫ് വിപ്പ് സീതി ഹാജിയുടെ മകൻ PK ബഷീർ, 4 തവണ മന്ത്രിയായിരുന്ന TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ്, മുൻ മന്ത്രി ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ, മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ VE അബ്ദുൽ ഗഫൂർ എന്നിവർ ഇടം പിടിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഭാര്യ KA തുളസിയും മന്ത്രിയാണ്. മുൻ മന്ത്രി PJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് ചീഫ് വിപ്പുമാണ്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും UDFന്റെ പതിവ് അധികാര തിമിർപ്പിന്റെ പ്രതിഫലനമായി. സുരക്ഷയുടെ ഭാഗമായ നിയന്ത്രണങ്ങൾ പോലും UDF പ്രവർത്തകർ ലംഘിച്ചു. നേതാക്കൾ അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അധികാര വികേന്ദ്രീകരണവും മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള സുതാര്യവുമായ തീരുമാനങ്ങളുമാണ് LDF സർക്കാരുകളുടെ പ്രവർത്തന രീതിയെങ്കിൽ UDF ഭരണകാലങ്ങളിൽ നേർ വിപരീതമായ അനുഭവമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണയും തനിയാവർത്തനമാകുമെന്നാണ് ലക്ഷണങ്ങൾ നൽകുന്ന സൂചന. UDF അനുകൂല പത്രങ്ങൾ തലസ്ഥാന നഗരത്തിലെ ഇത്തരം നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അധികാരം കിട്ടിയാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ചില ഉറപ്പുകൾ UDF നൽകിയിരുന്നു. ആശമാരുടെ പ്രതിമാസ വേതനം 21,000 രൂപയാക്കി ഉയർത്താൻ ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്നായിരുന്നു ഉറപ്പുകളിലൊന്ന്. ഇപ്പോൾ പ്രതിമാസം വേതനം 3,000 രൂപ മാത്രം വർദ്ധിപ്പിച്ച് 12,000 ആക്കാമെന്നാണ് തീരുമാനിച്ചത്. ബാക്കി പിന്നീട് നോക്കാമെന്നാണ് മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട്. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന വാഗ്ദാനവും പാലിച്ചില്ല. ഇതിനു വേണ്ടി വരുന്ന അധിക സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച പരിശോധന വേണമെന്നാണ് വിശദീകരണം. ഭരണം കിട്ടിയ ശേഷമല്ലേ കണക്കുകൾ ലഭ്യമാകൂ എന്നും മുഖ്യമന്ത്രി സതീശൻ ചോദിക്കുന്നു. ഒന്നും പഠിക്കാതെയാണോ ഉറപ്പ് നൽകിയതെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2011-16 ആശമാരുടെ വേതനം 500 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. 2016 LDF സർക്കാർ വരുമ്പോൾ 1000 രൂപയായിരുന്ന വേതനം പല ഘട്ടങ്ങളിലായി 8,000 രൂപ വർദ്ധിപ്പിച്ചാണ് 9,000 രൂപയിൽ എത്തിച്ചത്. UDF നൽകിയ ഗ്യാരണ്ടികളുടെ ഭാഗമായി KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന വാഗ്ദാനം ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പറയാമെന്നാണ് സതീശന്റെ പ്രതികരണം. വയോജന വകുപ്പ് രൂപീകരിക്കുമെന്ന തീരുമാനവും UDF മന്ത്രിസഭയുടെ ആദ്യ യോഗം കൈക്കൊണ്ടു. വയോജനങ്ങളുടെ പരിചരണത്തിനും ക്ഷേമത്തിനും LDF സർക്കാർ വൈവിധ്യമാർന്ന പദ്ധതികളാണ് നടപ്പിലാക്കി വന്നത്. വയോജന കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തു. ഈ ദിശയിൽ വയോജന ക്ഷേമം ഉറപ്പാക്കാനാണോ UDF സർക്കാർ ശ്രമിക്കുകയെന്ന് കണ്ടറിയേണ്ടതുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വയോജനങ്ങൾക്ക് ഏറെ ആശ്വാസമാണെന്നിരിക്കെ അതുപോലും ദീർഘകാലം മുടക്കിയ പാരമ്പര്യമാണ് UDFനുള്ളതെന്നാണ് ദേശാഭിമാനിയുടെ ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഇതൊന്നും നമ്മുടെ മനോരമയും മാതൃഭൂമിയും ഒന്നും പറയില്ല കേട്ടോ. കാരണം അവര് LDF ഭരിക്കുമ്പോൾ മാത്രമേ എന്താ പറയാ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അതും വ്യാജ വാർത്തകൾ മാത്രം. സത്യസന്ധമായ വാർത്ത റിപ്പോർട്ട് ചെയ്ത മനോരമയും മാതൃഭൂമിയെയും ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു കാലത്തും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരെ പറ്റി പറയേണ്ട കാര്യവുമില്ല. അതിനൊരു മാധ്യമം എന്ന് വിശേഷിപ്പിക്കാൻ പോലും സത്യത്തിൽ വെറുപ്പും അറപ്പും തോന്നാറുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്തായാലും 28-ാം തീയതി മുതൽ പെൻഷൻ കൊടുക്കണം. 3,000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാന്നാണ് UDF പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്തുകൊണ്ട്
പെൻഷൻ 3000 രൂപ കിട്ടിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ വി ഡി സതീശൻ പറയും ഇനിയും മന്ത്രിസഭാ യോഗങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു തട്ടുമായിരിക്കും. ചിലപ്പോ ആ ഡയലോഗ് എടുത്ത് നമ്മുടെ മനോരമയും മാതൃഭൂമിയും ഒക്കെ വലിയ ഹെഡ്ലൈൻ ആയിട്ട് ഇനിയും മന്ത്രിസഭാ യോഗങ്ങൾ ഉണ്ടല്ലോ എന്ന് മുഖ്യമന്ത്രിയുടെ മാസ് ഡയലോഗ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അതാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കണേ, വി ഡി സർക്കാർ മന്ത്രിമാരെ പ്രഖ്യാപിക്കുമ്പോഴും ഓരോ മന്ത്രിമാർക്ക് ഏത് വകുപ്പ് കൊടുക്കണം എന്നുള്ളതിനെ പറ്റി പോലും ഇപ്പോഴും ഒരു ധാരണയായിട്ടില്ല. ഓരോ വകുപ്പിന് വേണ്ടിയുള്ള അടി, താമസിക്കുന്ന വസതികൾക്ക് വേണ്ടിയുള്ള അടി, സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള അടി, എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ഈ ഉറ്റുനോക്കുന്നത് നിങ്ങളുടെ അടിയിടി കാണാനല്ല, നിങ്ങൾ നന്നായി ഭരിക്കുന്നത് കാണാനാണ്. ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന നമ്മുടെ പിണറായി വിജയൻ ആ പരിപാടിയിൽ പങ്കെടുത്തതിനാണ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കണം, അങ്ങനെ പ്രവർത്തിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. രാഷ്ട്രീയപരമായി എതിർക്കേണ്ട ഇടങ്ങളിൽ ഞങ്ങൾ എതിർക്കും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം എതിർക്കും. പക്ഷേ വി ഡി സതീശനാകട്ടെ, വി ഡി സതീശൻ ഈ പ്രതിപക്ഷത്തിലായിരുന്ന സമയത്ത് കാണിച്ചിരുന്ന ഗിമ്മിക്ക് പരിപാടികളൊക്കെ ആയി പോകാം, ഇങ്ങനെയൊക്കെ മുന്നേറാം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. മനോരമയും മാതൃഭൂമിയും എപ്പോഴും തുണയ്ക്കണമെന്നില്ല എന്ന് വി ഡി സതീശനെയും യു ഡി എഫിനെയും ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ചക്കയിട്ടപ്പോൾ മുയലി ചത്തു. മനോരമയും മാതൃഭൂമിയും വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞ വ്യാജ വാർത്തയിൽ എന്തായാലും ജനങ്ങൾ വീണു. മാത്രവുമല്ല, അതിനെ പ്രതിരോധിക്കുന്നതിൽ അന്നത്തെ സർക്കാർ, അതായത് LDF സർക്കാർ പരാജയപ്പെടുന്ന കാഴ്ചയും കണ്ടു. പക്ഷേ കൊടുത്താൽ കൊല്ലത്തും കിട്ടും സതീശ, നിങ്ങൾ ചെയ്തതിനൊക്കെ നിങ്ങൾ അനുഭവിക്കുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ കാണിച്ചു കൂട്ടിയതിനൊക്കെ എണ്ണി 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 എന്തായാലും ഉത്തരം പറയേണ്ട ഒരു ദിവസം വരുമെന്ന് നമുക്ക് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ UDF സർക്കാരിന്റെ നിറം മങ്ങിയിരിക്കുന്നു. ആദ്യ മന്ത്രിസഭാ തീരുമാനത്തിൽ തന്നെ, പ്രഖ്യാപനത്തിൽ തന്നെ ജനങ്ങൾ ഇപ്പോഴത്തെ നിരുത്സാഹരായി മാറിയിരിക്കുന്നു. ജനങ്ങൾ പണി പാളിയല്ലോ, കയ്യിൽ നിന്ന് പോയല്ലോ, ഇതിലും എത്രയോ ഭേദമായിരുന്നു പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. തുടക്കത്തിലേ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അടിയിടി കൂടുന്ന സമയത്തെ ജനങ്ങൾ പറഞ്ഞതാണ് ഇതാണ് ഇവരെ ജയിപ്പിക്കാത്തത്, ഇതിലും ഭേദമായിരുന്നു പിണറായി സർക്കാർ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിയുമ്പോഴും ജനങ്ങൾ പറയുന്നു വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുമെന്ന് ഞങ്ങൾ കരുതി, പക്ഷെ ഒന്നും നിറവേറ്റിയില്ല, ആശമാരെയും പറ്റിച്ചു. ഇപ്പോ സൗജന്യ യാത്ര KSRTC എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ 15-ാം തീയതി പറയുന്നു, അതിനുള്ള മാനദണ്ഡങ്ങൾ ഇനി പ്രഖ്യാപിക്കാമെന്ന് പറയുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നെന്ന് ഒക്കെ പറയുകയാണ്. പൊതുവെ ഇതൊന്നും പരിശോധിക്കാതെയാണോ, ഇതിന്റെയൊക്കെ മറ്റുള്ള വശങ്ങളൊന്നും നോക്കാതെയാണോ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയതെന്ന് പല വിദഗ്ധരും ചോദിക്കുന്നു. വി ഡി സതീശൻ നാളെ നീളെ മന്ത്രിസഭാ യോഗങ്ങളൊക്കെ ഇനിയും ഉണ്ടല്ലോ എന്ന രീതിയിൽ തഞ്ചത്തിലും താളത്തിലും കൊട്ടി പോകുന്നു. എന്തായാലും കൊട്ടി പോകട്ടെ. എന്തായാലും 5 വർഷം ഏതൊക്കെ രീതിയിൽ കൊട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം പറയാതെ വയ്യ, വി ഡി സതീശ ദയവ് ചെയ്ത് ആ പെൻഷൻ മുടക്കരുത്. വി ഡി സതീശ ദയവ് ചെയ്ത് ലൈഫിൽ ആ വീട് കിട്ടുന്നവരുടെ വീട് ഇല്ലാതാക്കരുത്. വി ഡി സതീശ ഒരു കാര്യം കൂടി പറയട്ടെ, ആശമാർക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ വേതനം കൊടുക്കണം. വി ഡി സതീശ ഒരു കാര്യം കൂടി പറയട്ടെ, എന്തായാലും ഈ നാട് ഇപ്പോ മതസൗഹാർദ്ദവും ഒക്കെ ഇങ്ങനെ മുറുകെ പിടിച്ചാണ് പോകുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഒരു രീതിയിലുള്ള വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊന്നും വഴി വെക്കരുത്. നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ല രീതിയിൽ നിങ്ങളിൽ ജനം വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസമുണ്ടല്ലോ, അത് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ പറഞ്ഞു വെക്കുകയാണ്. മുഖ്യമന്ത്രിയെ നമുക്കറിയാം, ആഭ്യന്തര വകുപ്പില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ പവറൊന്നുമില്ല മുഖ്യമന്ത്രി എന്ന് പറയാം, അത്രയേ ഉള്ളൂ. എന്നാലും മുഖ്യമന്ത്രിക്ക് എന്താ പറയാ, മൊത്തത്തിലൊക്കെ നോക്കുമ്പോൾ ഒരു പവറൊക്കെ ഉണ്ട്. ആ പവറൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്നായി ഭരിക്കുക. ഭരിച്ച് വെറുപ്പിക്കരുതേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.